ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പെറ്റ് ഫാമിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ള പെറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ കൂടെ കാണിക്കുന്നത്. ഇത് നമ്മുടെ റാബിറ്റിൻ്റെ ബ്രീഡിങ് കേജസാണ്. അഡൽട്ട് റാബിറ്റ്സ് നമ്മളിവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ ഇവരൊരു വിധം പ്രായമായി. കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏകദേശം 2 ആഴ്ച പ്രായമായിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു ഫീമെയിൽ പ്രഗ്നൻസിയുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഷെഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇതേപോലെ ബ്രീഡിംഗ് ബോക്സുകൾ വെച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ ഉള്ളൊരു വൈറ്റ് ജെയിൻ്റെ മെയിലാണ്. ഒരു മെയിലും 2 ഫീമെയിൽ ആണ് ഇപ്പോൾ നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ബാച്ചിലെ കുഞ്ഞുങ്ങൾ കൊടുക്കാറായിട്ടുണ്ട്. ഇത് 2 ബാച്ചിലായിട്ടാണ്. ഇപ്പോൾ ഏകദേശം 3 മാസം 4 മാസം പ്രായമുള്ള ബാച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കുറച്ച് നാടൻ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ടുണ്ട്. ഇത് തനി നാടൻ പൊരുന്ന ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവിടെയുള്ളൊരു ഫ്ലൈയിങ് ഡക്ക് ഉണ്ട്, ഫീമെയിൽ ബ്ലാക്ക് കളറാണ്. ഇതിലിപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പഴയ ഷെഡായിരുന്നു, പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പശു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഇതിനെയാണ് കീപ്പ് ചെയ്യുന്നത്. മുയൽ എല്ലാവരും റെസ്റ്റിങ്ങിലാണ്. അതേപോലെ തന്നെ മുയലിൻ്റെ കൂടിൻ്റെ അപ്പുറയാണ് ഗിനിപ്പീക്കിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഗിനിപ്പീക്ക് ഇപ്പോൾ ഉള്ളത് അഡൽട്ട് പേഴ്സാണ് കിടക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ റാറ്റിന് ഇതിലാണ് കീപ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് നെസ്റ്റ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് കവർ ചെയ്ത് ബോക്സ് എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. അടിയിൽ ഇവർക്ക് എപ്പോഴും മണ്ണ് അങ്ങനെയുള്ളതെല്ലാം കുത്തി തിന്നാൻ വേണം. അപ്പോൾ അടിയിൽ നമ്മൾ മണ്ണ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടി പോട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ കൂടും ഓരോ പെറ്റ്സിനനുസരിച്ച് നമ്മൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് അസുഖമുള്ള പശുവിൻ്റെ തൊട്ടിയാണ്. നമ്മളത് ഈ ഫ്ലെക്സ് വെച്ചിട്ട് ഒരു ചെറിയ മീൻകോൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഗപ്പിയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഈ കൂടിൻ്റെയും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ വെച്ചാണ് നടത്താറ്. പിന്നെ 1-2 യൂസ്ഡ് കൂട് ഉണ്ട്. നമ്മുടെ കയ്യിൽ പപ്പിയൊക്കെ ഉണ്ടായിരുന്നപ്പം ഈ കൂടുകളിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇതിന് ചുറ്റും നമ്മളിങ്ങനെ പാവലും അതേപോലെ ഫാഷൻ ഫ്രൂട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിലത്ര ചൂടില്ല. ഇതിങ്ങനെ മൊത്തം കവർ ചെയ്യാനാണ് പ്ലാൻ. നമുക്കിനി റോഡൻസിൻ്റെ ഇതിലിട്ട് പോകാം. നമ്മുടെ ഷെഡ് ഇവിടെ കുറച്ച് ഗ്ലാസ് ഹോളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇഗ്വാനയുടെ കേജ് സെറ്റ് ചെയ്യണം. കുറച്ചും കൂടി ഇതൊക്കെ ആയിട്ട് വേണം ഇഗ്വാനയെ എടുക്കാൻ. നമ്മൾ റോഡൻസിൻ്റെ ബ്രീഡിങ് സെറ്റപ്പ് നമ്മളിപ്പോൾ ഒരു സെക്ഷൻ മൊത്തം വൈറ്റ് റാറ്റിനെയാണ് ചെയ്യുന്നത്. വൈറ്റ് റാറ്റിൻ്റെ ഫീമെയിലാണ്. ഇവരെല്ലാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നത്. ഒരാൾക്ക് കുഞ്ഞിറങ്ങിയിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് കാണുന്നില്ലേ. കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെയും കിടപ്പുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് റാറ്റിനിൽ തന്നെ ഹൂഡഡ് റാറ്റ്സ് ആണ്. അതിൻ്റെ ഒരു പെയറാണ് ഈ കിടക്കുന്നത്. അപ്പം ഇത് മൊത്തം നമ്മളിപ്പം ഈ ഫീഡിങ് പർപ്പസിന് വേണ്ടി ആൾക്കാർ റാറ്റിനെ എടുക്കുന്നുണ്ട്, ഈ സ്നേക്സിനെ വളർത്തുന്നവർ. അപ്പോൾ അതിനുവേണ്ടി റാറ്റിൻ്റെ ബ്രീഡിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് ഹാമസ്റ്റേഴ്സ് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്ത് വിടുന്നത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വേറെ ഒന്നും ശല്യപ്പെടുത്താനില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ കിട്ടും. ഇതിൻ്റെ താഴെ ഹാംസ്റ്റേഴ്സ് തന്നെയാണ്. ഇങ്ങനെയുള്ള ഹെഡ് ജോക്സ്, മൈസ് കിടപ്പുണ്ട്, ഹെഡ് ജോഗ് കിടപ്പുണ്ട്. മൈസിൻ്റെ അഡൾട്ട് ഇവരാണ് നമ്മൾ ബ്രീഡ് ചെയ്യണത്. ഇതിപ്പോൾ കൊടുക്കാറായ ബാച്ചാണ്. നമ്മൾ ഇങ്ങോട്ട് സീബ്ര സിലോപ്പി എന്ന് പറഞ്ഞൊരു ഇതിനെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതന്നെ തീരെ പൊടിയിൽ വാങ്ങിയാണ്. ഇപ്പോൾ ഒരുവിധം വലുതായി. ഇനി പതുക്കെ നമ്മുടെ വലിയ പോണ്ടിലോട്ട് മാറ്റണം. നമ്മുടെ ഗ്ലൈഡറിൻ്റെ ബ്രീഡിങ് കേജസ്, ഗ്ലൈഡറിനെ ഒരു പോട്ടിനകത്താണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് ജെർബിൽസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ജെർബിൽ കുറേ നാളായിട്ടില്ലാത്തതാണ്. ഇപ്പോൾ നമുക്കൊരു ലോട്ട് സ്റ്റോക്ക് കൊടുക്കാറായിട്ടുണ്ട്. പിന്നെ ഗ്ലൈഡറിന് അഡൾട്ടാണ്. അഡൾട്ട് റേസ് ഗ്രേ ലൂസ് ഇരിപ്പുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ഹാമസ്റ്ററിൻ്റെ ആക്സസറീസാണ്. കേജസും താഴെ ഇടുന്ന ബെഡും ഹാമസ്റ്റർ കേജസും എല്ലാം അവൈലബിൾ ആണ്. ഹാമസ്റ്ററിനുള്ള ഫുഡും നമ്മൾ ഇവിടെ സെയിലിനുണ്ട്. ഹാമസ്റ്റർ വീൽസ്, പിന്നെ വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ ഡ്രിങ്കേഴ്സ് ഇതും അവൈലബിൾ ആണ്. നമ്മുടെ ഫിഷ് ടാങ്കാണ്. നമ്മളൊരു 3 കള്ളി തിരിച്ചാണ് ചെയ്തിരിക്കണേ. മോൺസ്റ്റർ ഫിഷസ് ആണ് ഇതിനകത്ത് ഇട്ടിരിക്കണേ. ഇത് പസോളുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിൽ കിടക്കുന്നത് അലിഗേറ്റർ കാറാണ്. ഏകദേശം ഒരു 2.5 അടി നീളമുള്ള 2 അലിഗേറ്റർ കാർ
നമ്മുടെ കയ്യിലുണ്ട്. തീരെ കുഞ്ഞായപ്പോൾ വാങ്ങിയതാണ്. ഒരു വലുതായി. ലൈവ് ഫുഡ് അതേപോലെ തന്നെ ചിക്കനാണ് ഇപ്പോൾ ഫീഡ് ചെയ്യണേ. ഇവിടെ ജസ്റ്റ് അസുഖം മാറ്റി കാണിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇതിപ്പോൾ ഒരു വിധം ടേമുണ്ടായി. വലിയ നമ്മൾ പനക്കിയാലൊന്നും വരില്ല. ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ നേരത്തേക്കാണെങ്കിലും നമ്മൾ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അടിച്ചോളും. ഹെഡ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ സാറ്റിസ്ഫൈഡ് ഉണ്ട്. ഇതേപോലത്തെ 2 ഉണ്ട്. ഒരാളും കൂടി ഉണ്ട്. അവനോടി ഇങ്ങോട്ട് പോകുന്നു. ഈ അസുഖമായിട്ടുകൊണ്ട് നല്ല ക്ലിയറായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. നേരത്തെ എല്ലാം ഫുള്ള് കലക്കുമായിരുന്നു. ഒരാളും കൂടി ഉണ്ട്. പക്ഷെ അവനിവിടെ ഉണ്ട്. ഇതേ വലിപ്പമുള്ള 2 ഒരു പെയറായിട്ടാണ്. ഇവർ പെയർ വിരിഞ്ഞ് നിൽക്കാറുണ്ട്. പിന്നെ അടുത്ത കുളത്തിൽ നമ്മൾ നീലവാഹയുടെ കുട്ടികളാണ്. സീഡ്സിനായിരുന്നു നീലവാഹയുടെ കുളത്തിലിട്ടിരുന്നത്. അവരിപ്പോൾ ഏകദേശം ഒരു 3 മാസം പ്രായമായി. ഒരു 8 ഇഞ്ച് വലുപ്പത്തോളം സൈസായിട്ടുണ്ട്. അവരെയും കാണും. പക്ഷെ അവർ ഭയങ്കര ഓട്ടമാണ്. അവിടെ എപ്പോഴും വെള്ളം കലങ്ങും. ഇഞ്ച് വലുപ്പം സൈസായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൊടുത്തു. ഇനി ഒരു ഏകദേശം 20ഓളം പീസ് കൂടി കൊടുക്കാനായിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടമായതുകൊണ്ട് നമുക്കത്ര ക്ലിയറായിട്ട് കാണില്ല. ഇത് കല്ലുകളൊക്കെ വെച്ച് കൊടുത്ത് നേരത്ത് ഇവർ കല്ലിൻ്റെ അവിടെ കയറി ഇരിക്കാറുണ്ട്. നല്ല അറ്റാക്കിംഗ് ആണ്. ഇപ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പടപടയെന്നൊന്ന് അടിക്കും. പിന്നെ ഇനിയിപ്പുറം ഉള്ളത് ചെന്ന മൈക്രോ പെല്ലറ്റ്സ് ഒരു 7-8 പീസ് കിടപ്പുണ്ട്. അതേപോലെ തന്നെ മലബാർ സ്നേക്ക് ഹെഡ് കിടപ്പുണ്ട്. ശരിക്കും ഇവരുടെ സൈസ് വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അതായത് മലബാർ സ്നേക്ക് ഹെഡ് വളരണതും ഇപ്പം സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. മലബാർ സ്നേക്ക് ഹെഡും ഈ ചെന്ന മൈക്രോ പെല്ലറ്റ്സും സൈസിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഒരു 3 മാസം കൊണ്ട് തന്നെ ഒരു 10 ഇഞ്ചോളം വലുപ്പമായി ചെന്ന മൈക്രോ പെല്ലറ്റ്. മലബാർ സ്നേക്ക് ഹെഡ് ഒരു 6 ഇഞ്ചൊക്കെ സൈസായിട്ടുള്ളൂ. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം മലബാർ സ്നേക്ക് ഹെഡ്സിനെ മാറ്റണം. ഇവർ നല്ല ഓട്ടക്കാരാണ്. അതുകൊണ്ട് കലക്കമാണ് മൊത്തം. പിന്നെ നമ്മളെ കെന്നലിലിട്ടുള്ളതാണ്. ഇനി കെന്നലിൽ അപ്ഡേറ്റ് വരാം. കെന്നലിൽ ഇപ്പോൾ ഡോഗ്സ് കുറവാണ്. നമ്മൾ ബോർഡിങ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് ബോർഡിങ്ങിന് വേണ്ടി കേജസ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഇവരിപ്പോൾ നമ്മളൊരു ഡാഷ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ഡെയിൻ, ബംഗാൾ ക്യാറ്റ് ഉണ്ട്. പിന്നെ ഗ്രേറ്റ് ഡെയിൻ ഉണ്ട്. അത്രേ ഉള്ളൂ. പുതിയ പെറ്റ്സ് വരുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പെറ്റ്സ് ഇതാണ്.